പച്വാൻ ഗ്രാമം നഗരത്തിൽ നിന്ന് ഒരുപാട് അകലെ ആയതുകൊണ്ട് പിന്നോക്കമായി തന്നെ ഇരിക്കുന്നു. ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഗ്രാമത്തിനടുത്തുവരെ ഒരുപാട് ദൂരം വരെ റോഡുകളൊന്നുമില്ല. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനായി ഒരുപാട് ദൂരം പോകേണ്ടിയിരുന്നു. അങ്ങനെ ഒരു ദിവസം, രഘുവനിയ, വേഗം എണീക്കൂ, ഇല്ലെങ്കിൽ എന്നത്തെയും പോലെ നമ്മൾ ഇന്നു സ്കൂളിൽ എത്താൻ വൈകും. കുറച്ചു നേരം എന്നെ ഉറങ്ങാൻ സമയം ചേച്ചി, എനിക്ക് ഉറക്കം വന്നോണ്ടിരിക്കുകയാണ്. പറ്റില്ല, വേഗം എണീക്ക്, എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുക. പക്ഷെ ചേച്ചി, എന്റെ ഫ്രണ്ട് രവി, പിങ്കു, ശ്യാം പിന്നെ എല്ലാരും 8 മണി വരെയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നെ 5 മണിക്ക് എന്നെ വിളിക്കുകയാണല്ലോ. ഏടാ മരമണ്ട, അവർ സ്കൂളിന്റെ അടുത്തല്ലേ താമസിക്കുന്നത്, അതുകൊണ്ടല്ലേ അവര് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നത്. പക്ഷെ നമുക്ക് സ്കൂളിലേക്ക് പോകാൻ 2 മണിക്കൂർ സമയം വേണ്ടേ? അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ എഴുന്നേൽക്കണ്ടേ? നമ്മുടെ ഗ്രാമത്തിലെ സ്കൂൾ വന്നാൽ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇത്രയും ദൂരം പോവാനുള്ള ആവശ്യമില്ലല്ലോ. നീ വെറുതെ അതും ഇതും പറഞ്ഞ് നേരം വൈകിയല്ലേ. വേഗം എണീറ്റ് റെഡിയാക്. രഘു എഴുന്നേറ്റു. എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. കുറച്ചു സമയത്തിനുള്ളിൽ അവൻ സ്കൂൾ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി റെഡിയായി. പിന്നീട് ചേച്ചിയും അനിയനും ഭക്ഷണം കഴിക്കാനായി തയ്യാറായി. ഇതാ കഴിച്ചോ, നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഇന്ന് ആലു പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മ ജ്യോതിക്കും രഘുവിനും ആലു പൊറോട്ടയും ചട്നിയും പാത്രത്തിൽ വെച്ചു കൊടുത്തു. അവർ 2 പേരും വളരെ സന്തോഷത്തോടുകൂടി കഴിക്കാൻ തുടങ്ങി. അമ്മേ, ആലു പൊറോട്ടയ്ക്ക് നല്ല രുചിയുണ്ട്. അമ്മേ, ഇന്ന് എനിക്ക് 3 പൊറോട്ട വെച്ചേക്ക്. രാവിലെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ശരി മോനെ, ആദ്യം ഇതൊന്ന് കഴിച്ചു തീർക്ക്. ജ്യോതിയും രഘുവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ അവരുടെ 2 പേരുടെയും ടിഫിൻ ബോക്സ് തയ്യാറാക്കി. ഭക്ഷണം കഴിച്ച ഉടനെ 2 പേരും അവരവരുടെ ടിഫിൻ ബോക്സ് ബാഗിൽ വെച്ചു. എന്നിട്ട് സ്കൂളിലേക്ക് പുറപ്പെട്ടു പോയി. ഇപ്പോഴൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് ചേച്ചി? ജനുവരി 26 വരുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. എന്റെ പൊന്നോ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്, അറിയാമോ? എന്ത്? ശരിയാണോ പറഞ്ഞത്? നീയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? അതെ. എന്തായിരുന്നു? കാരണം ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തുകൊണ്ടാ ഇതിനെപ്പറ്റി എന്നോട് പറയാതിരുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടേ ഇല്ലല്ലോ. പക്ഷെ എന്തായിരുന്നു? അതെയോ, ശരി. നീ ഏതിലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഞാൻ ഈ പ്രാവശ്യം ഒരു സോൾജറായിട്ട് മാറാൻ പോവുകയാണ്. ഞാൻ പരേഡ് ചെയ്യാൻ പോവാണ്, പിന്നെ എല്ലാവർക്കും സല്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓഹോ, നീ അതാണോ ചെയ്യാൻ പോകുന്നത്? അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് സല്യൂട്ട് ചെയ്ത് കാണിക്കേ. രഘു ജ്യോതിയെ സല്യൂട്ട് ചെയ്തു കാണിച്ചു. പക്ഷേ അവൻ സല്യൂട്ട് ചെയ്തത് ശരിയായിട്ടില്ല. നോക്ക്, നീ സല്യൂട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലാന്ന് ചോദിച്ചത്. ഇത് നോക്ക്, സല്യൂട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ജ്യോതി എങ്ങനെ സല്യൂട്ട് ചെയ്യണമെന്ന് രഘുവിനെ പഠിപ്പിച്ചു. ശരി ചേച്ചി, ഇനി തൊട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തേക്കാം. അതിനുശേഷം രഘു ജ്യോതിയെ ശരിയായ രീതിയിൽ സല്യൂട്ട് ചെയ്തു കാണിച്ചു. ആ, ഇപ്പോഴാണ് നീ ശരിക്കും സല്യൂട്ട് ചെയ്തത്. ഇനി മുതൽ ഇതുപോലെ വേണം നീ സല്യൂട്ട് ചെയ്യാൻ. എനിക്കറിയാം നീ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യൂ എന്ന്. മനസ്സിലായോ നിനക്ക്? ടീച്ചർ ഇതെല്ലാം പറഞ്ഞു തരുമ്പോ നീ എവിടെയാ ശ്രദ്ധിക്കുന്നത്? ചേച്ചി എന്നെ ചീത്ത പറയല്ലേ, ഞാൻ ഇപ്പോഴല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്. രഘുവും ജ്യോതിയും 2 പേരും സംസാരിച്ചുകൊണ്ട് അവസാനം സ്കൂളിൽ എത്തിച്ചേർന്നു. ജനുവരി 26 ഇനി ഒരേ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ ജനുവരി 26 വേണ്ട എല്ലാ ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളെല്ലാവരും നല്ല ഊർജ്ജസ്വലരായി അതിലെല്ലാം പങ്കെടുത്തു. ടീച്ചർ, ഞാൻ എന്റെ ഗ്രൂപ്പും കൂടി ചേർന്ന് ജനുവരി 26 വേണ്ട ഏർപ്പാടുകളിൽ പങ്കെടുക്കട്ടെ? ടീച്ചറും അതിന് സമ്മതിച്ചു. പിന്നീട് ജ്യോതി തന്റെ കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോയി ഏർപ്പാടുകളിൽ കൂടി. എല്ലാ വിദ്യാർത്ഥികളും പിറ്റേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി നല്ല ഊർജ്ജസ്വലരായി ഒത്തുചേർന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. സ്കൂൾ വിട്ട ഉടനെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് യാത്രയായി. ഇന്ന് നീ എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ? അതെ ചേച്ചി, ഇന്ന് ടീച്ചർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനും ശരിയായിട്ട് സല്യൂട്ട് പോലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്റെ അനിയ, നീ ശരിക്കും നല്ല സ്മാർട്ട് ബോയ് ആണ്. ശരി,
നാളെ എല്ലാവരും എത്രത്തോളം റെഡിയായെന്ന് നോക്കാനല്ലേ പോകുന്നത്. അതെ ചേച്ചി, നാളെ വളരെ നന്നായിട്ടുണ്ടാവില്ലേ? എല്ലാ കുട്ടികളെയും പോലെ ജ്യോതിയും രഘുവും പിറ്റേ ദിവസത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങി. പക്ഷെ രാത്രി ആയപ്പോഴേക്കും വാനം കാർമേഘങ്ങൾ കൊണ്ട് മൂടി. കനത്ത മഴയെ തുടർന്ന് സ്കൂളും ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു. എന്നിട്ടോ പിറ്റേ ദിവസം രാവിലെ രഘുവും ജ്യോതിയും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ടേക്ക് പോയി നോക്കി അവർ രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെട്ടു. എന്താ ചേച്ചി ഇങ്ങനെ സംഭവിച്ചത്? ഇനി നമ്മൾ എങ്ങനെ സ്കൂളിലേക്ക് പോവുക? ഇതിനെല്ലാം കാരണം പെരും മഴയാണ് രഘു. ഞാൻ ഈ ദിവസത്തിന് വേണ്ടി എന്തൊക്കെ ഏർപ്പാട് ചെയ്തെന്നോ. മാത്രമല്ല ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ ലീഡറും ആണ്. ഞാൻ മാത്രം ഈ ഫംഗ്ഷന് പോയില്ലെങ്കിൽ എല്ലാവരും എന്നെ പറ്റി എന്താ പറയാ? ഇത്രയും പറഞ്ഞുകൊണ്ട് ജ്യോതി കരയാൻ തുടങ്ങി. പക്ഷെ രഘു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കരയേണ്ട ചേച്ചി, ഇതിൽ നിങ്ങളുടെ തെറ്റ് എന്താ ഉള്ളത്? ബ്രിഡ്ജ് തന്നെ പൊട്ടിയത് കൊണ്ട് നമുക്ക് എങ്ങനെ സ്കൂളിൽ പോവാൻ പറ്റുക? ഈ കാര്യത്തിന് വേണ്ടി ടീച്ചർ നമ്മളെ ചീത്ത പറയാൻ പോകുന്നില്ല. അങ്ങനെ രഘുവും ജ്യോതിയും ഒരുപാട് സങ്കടത്തോടുകൂടി തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. വഴിയോരത്ത് പരംവീർ ചെറിയച്ഛൻ അവരെ കണ്ടിരുന്നു. അവരുടെ ദുഃഖഭാരമുള്ള മുഖം കണ്ട് അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു. എന്തു പറ്റി കുട്ടികളെ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ എത്ര വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് ജനുവരി 26 അല്ലേ? നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കണ്ടേ? ചെറിയച്ഛ, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുകയായിരുന്നു. പക്ഷെ പാലം തകർന്നുപോയി. അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷനിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഓ, ഇതാണോ കാര്യം? അതെ അങ്കിൾ, സ്കൂളിൽ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റും ചെയ്യായിരുന്നു. അപ്പോ ഞാൻ നിങ്ങളുടെ ഫംഗ്ഷനിൽ വരട്ടെ? പരംവീർ ചെറിയച്ഛന്റെ വായിൽ നിന്ന് ഫംഗ്ഷന്റെ കാര്യം കേട്ടപ്പോഴേ രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഫംഗ്ഷനോ? പക്ഷേ എങ്ങനെ? സ്കൂൾ പോവാനോ ഒരേ ഒരു വഴിയല്ലേ ഉള്ളൂ. ആ വഴിയിലൂടെ എന്തായാലും പറ്റില്ല. ചേടാ, സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? നമ്മൾ എല്ലാരും ഇന്ന് ഗ്രാമത്തിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യാലോ. പിന്നെ നമ്മുടെ ഗ്രാമത്തിൽ ഗ്രൗണ്ടിൽ തന്നെ കൊടിയും കയറ്റാൻ പറ്റും. ഇത് വളരെ നല്ല ഐഡിയ ആണല്ലോ. ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാ വന്നത്? നിങ്ങൾ മറന്നെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സോൾജറാണ്. ഞങ്ങൾ ബോർഡറിൽ ഇരിക്കുമ്പോൾ കുറെ ദൂരത്തിലുണ്ടാവുമ്പോൾ പരേഡിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തുള്ള ക്യാമ്പ് തന്നെ ഞങ്ങൾ പരേഡ് ചെയ്യായിരുന്നു. അങ്ങനെയാണോ? നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെയാണോ പരേഡ് ചെയ്തോണ്ടിരുന്നത്? ആ, ഇതിന് മേലെ നീ ചോദ്യമൊന്നും ചോദിക്കണ്ട. വേഗം തന്നെ ഒരു കടയിൽ പോയിട്ട് കൊടി വാങ്ങിട്ട് വന്നേക്ക്. ഇല്ലെങ്കിൽ എല്ലാം വേസ്റ്റ് ആയി പോവും. രഘുവും ജ്യോതിയും കടക്കാരന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ത്രിവർണ പതാക ചോദിച്ചു. അങ്കിൾ, ഒരു വലിയ കൊടി തരാൻ പറ്റുമോ? ഇവിടെ നോക്കുമോനെ, നിനക്ക് ഏതാ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ, ഇതാണ് വേണ്ടത്. ശരി മോനെ, ഇതാ പിടിച്ചോ. രഘു അദ്ദേഹത്തിന് പണം കൊടുത്തു. എന്നിട്ട് കൊടിയുമായി രണ്ടുപേരും കൂടി ചെറിയച്ഛന്റെ അടുത്തേക്ക് വന്നു. ശരി, ഇപ്പോൾ നമ്മളടുത്ത് ദേശീയ കൊടിയും വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പോയിട്ട് അടുത്ത ഏർപ്പാടുകളൊക്കെ ചെയ്തേക്കാം. പരംവീർ ചെറിയച്ഛൻ ആ കൊടി ഒരു ചെറിയ കമ്പിൽ കെട്ടി. രഘു അത് കയ്യിൽ വാങ്ങി സിന്ദാബാദ് വിളിച്ചു തുടങ്ങി. ജനുവരി 26 ഹാപ്പി റിപ്പബ്ലിക് ഡേ. ജനുവരി 26 ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഞങ്ങളുടെ ത്രിവർണ പതാക എപ്പോഴും ഉയരങ്ങളിലിരിക്കട്ടെ. ശരി, നമ്മളിപ്പോ ഉടനെ തന്നെ ഒരു സ്റ്റേജ് ഇട്ടാവണം. അവിടെയാണ് നിങ്ങൾ ഗ്രാമത്തെ ജനങ്ങൾക്ക് ഈ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഗ്രാമത്തിലെ ഒരു ഗ്രൗണ്ടിൽ ചെയ്തുകൂടാ? ആ, ഇത് തന്നെ ശരിയായിട്ടുണ്ടാവും. എങ്ങനെയായാലും ആ മൈതാനം കാലിയായിട്ടാ ഉണ്ടാവുക. എന്നാലേ എല്ലാ ജനങ്ങളും ഒന്നിച്ച് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പരംവീറും രഘുവും ജ്യോതിയും ഗ്രാമത്തിലെ ഗ്രൗണ്ടിലേക്ക് പോയി. എന്നിട്ട് ആ ഗ്രൗണ്ട് മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് നാഥു എന്ന സ്വീറ്റ് കടക്കാരൻ വന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഗ്രാമത്തിലെ ജനങ്ങളെ വിളിക്കാൻ പോവുകയാണ്. നിങ്ങളും തീർച്ചയായിട്ടും വന്നേ പറ്റുള്ളൂ. ആരെടുത്ത് ചോദിച്ചാ നിങ്ങൾ ഈ തീരുമാനമൊക്കെ എടുത്തത്? നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്രാമത്തിൽ പോയിട്ട് പഞ്ചായത്തിൽ ഒരു പെർമിഷൻ വാങ്ങിക്കണം. പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇന്ന് തൊട്ട് ഞാൻ ഇവിടെയാണ് കടയിടാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ കട മാർക്കറ്റിൽ ഒന്നില്ലേ?
അതുകൊണ്ട് എന്താണ്, ഞാൻ ഇന്നൊരു കട ഇടാൻ പോവുകയാണല്ലോ, എന്നാലേ എനിക്ക് കുറെ വരുമാനം കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷനിൽ തന്നെ കട തുറന്നോളൂ. എല്ലാ ഗ്രാമത്തിൽ ജനങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷനിലേക്കും വരും, പിന്നെ നിങ്ങളുടെ കടയിൽ നിന്ന് സ്വീറ്റും വാങ്ങിക്കും. അങ്ങനെയാണോ? എന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ല എന്ന് ഇനി നിങ്ങളാണോ പറയാൻ പോകുന്നത്? പിന്നെ നിങ്ങളുടെ ഈ ഫംഗ്ഷൻ തുറക്കാൻ വേണ്ടി ഞാൻ കട തുറക്കണേ നിങ്ങളടുത്ത് പെർമിഷൻ വാങ്ങിക്കണോ? എന്റെ പൊന്നോ, ഞങ്ങളോട് ക്ഷമിക്കൂ അങ്കിൾ, ഞങ്ങള് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ഞങ്ങള് പറയാൻ വന്നത് എന്താണെന്നോ, നമ്മൾ എന്തുകൊണ്ട് ഈ ഗ്രൗണ്ടില് നമ്മുടെ ജോലികൾ ചെയ്ത് തീർത്തൂടാ? അത് മാത്രല്ല, ഈ ഗ്രൗണ്ട് ഒരുപാട് വലിയതാണ്. അതൊന്നും പറ്റില്ല. ഞാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളടുത്ത് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. നാഥു പറഞ്ഞത് കേട്ട് രഘുവിനും ജ്യോതിക്കും ഒരുപാട് സങ്കടമായി. അപ്പോഴാണ് പരംവീർ ചെറിയച്ഛൻ അവരോടൊരു കാര്യം പറഞ്ഞത്. നമുക്കെന്താ ഗ്രാമത്തിന്റെ ആ ഭാഗത്ത് പോയിട്ട് ഫംഗ്ഷൻ ചെയ്താലോ? ആ സ്ഥലവും ഗാലിയേറ്റ ഉള്ളത്. അവിടെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ആരടുത്തും പെർമിഷൻ ചോദിക്കണ്ട. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ശരി ചേച്ചി, നിങ്ങൾ അതിനുള്ളിൽ മറ്റുള്ള ഏർപ്പാടങ്ങ് ചെയ്തേക്ക്. ഞാൻ പോയിട്ട് ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും വിളിച്ചിട്ട് വരാം. രഘു ഓരോരോ വീടായി കയറിയിറങ്ങി എല്ലാവരോടും ഫംഗ്ഷനിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ജ്യോതി പരംവീർ ചെറിയച്ഛന്റെ കൂടെ ചേർന്ന് അവിടെ ചെറിയ ഒരു സ്റ്റേജ് കെട്ടി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നൊന്നായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ജ്യോതി അവരുടെ പ്രോഗ്രാം തുടങ്ങി. എല്ലാവർക്കും അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നോ, ജ്യോതി മോള് നന്നായിട്ട് പരിപാടി ചെയ്യുന്നുണ്ടല്ലോ, അടിപൊളി. എല്ലാവരും ജ്യോതിയുടെ ഊർജ്ജസ്വലത കണ്ട് ഒരുപാട് കൈയടിച്ചു. ഈ ഒരു സംഭവം ഗ്രാമത്തിൽ വ്യാപകമായി. അതായത് ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നല്ലൊരു ഫംഗ്ഷൻ നടന്നെന്ന്. ആ ഫംഗ്ഷൻ കാണാൻ ഇതുവരെ വരാത്ത ജനങ്ങൾ എല്ലാവരും വന്നു ചേർന്ന് ആ പ്രോഗ്രാം കണ്ടെന്ന്. വൗ, ഈ കുട്ടികൾ ഈ സ്ഥലം വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ ജനങ്ങളും അവിടെ പോയത് കണ്ട് ആ കടക്കാരനും ഇത് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. ക്ഷമ ചോദിച്ച ശേഷം എല്ലാവർക്കും തന്റെ കടയിലെ സ്വീറ്റ്സ് വിതരണം ചെയ്തു. എന്നോട് ക്ഷമിക്കണം കുട്ടികളെ, എനിക്ക് പണം കിട്ടുന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഫംഗ്ഷൻ നടത്താൻ സമ്മതിക്കാത്തത്. അതൊന്നും കുഴപ്പമില്ല അങ്കിൾ, വരൂ, വന്നിട്ട് അവിടെ ഇരിക്കൂ. നീ വളരെ നന്നായിട്ടാണ് ഫംഗ്ഷൻ നടത്തിയിരിക്കുന്നത്. എനിക്ക് തന്നെ എന്റെ പഴയ സ്കൂൾ ഫംഗ്ഷനൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. എല്ലാവരും നാഥു സ്വീറ്റ് ഷോപ്പിൽ ചെയ്ത സ്വീറ്റ്സ് കഴിക്കാൻ തുടങ്ങി. രഘുവും അവൻ സംഘടിപ്പിച്ചു വെച്ച പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി പരംവീർ ചെറിയച്ഛനാണ് അവനെ സഹായിച്ചത്. ഈ ഒരു പ്രോഗ്രാമും ഗ്രാമവാസികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ചേർന്ന് ജനുവരി 26 വളരെ മനോഹരമായി ആഘോഷിച്ചു.